Some things I never thought I needed. Some things I never thought I'd have. As if they are too hard to believe in. The moment I ever called them mine, I knew exactly what I was calling. I knew exactly what to say. There will be nothing to get over. హలో గాయ్స్, వెల్కమ్ బ్యాక్ టు అవర్ ఛానల్ టూ స్టేట్స్. ఈ రోజు ఎక్కడికి వెళ్తున్నాం? എక్కడిക്കെന്ന് വെച്ചാൽ നമ്മള് ഇവിടെ കെനൈൻ കാണാൻ വേണ്ടി പോവാണ്. ആദ്യം പോകുന്നത് ബ്ലാക്ക് ആണ്, പിന്നെ പിന്നെ ഷാരിൻ കെനൈൻ. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഇനിയിപ്പോൾ പോയി ഫുഡ് കഴിക്കണം. വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഗൈസ്. യെസ്, രാവിലെ ഇറങ്ങി കുറച്ച് പുറത്ത് ഷൂട്ട് ചെയ്യാൻ ഓർത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ ഗൈസ്. 1.25 മണിക്കൂറായിട്ട് ഇങ്ങനെ തന്നെ റെഡി ആയി നിൽക്കുക. ഇതുണ്ടോ, എന്താണെന്ന് അറിയത്തില്ല, തിറക്കാൻ പറ്റുന്നില്ല. 1.5 മണിക്കൂറായി ഞങ്ങൾ നോക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ, എടാ ഇറക്കാൻ പറ്റുമോടേ? അവർ പുറത്തുനിന്ന് ഇനി ഇത് സ്ക്രൂ ഇറക്കാൻ നോക്കാൻ തോന്നുന്നു കേട്ടോ. പിന്നെ എന്തിന് ചെയ്യാൻ പറ്റും ഇത്? എടാ ഞാൻ അറ്റ്ലീസ്റ്റ് ആ ജനൽ വഴി അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? എനിക്ക് അവളവിടെ പതുക്കെ ഇരുന്നോട്ടെ, ഞാൻ പോയി അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാന്ന് ഓർത്ത് പുറത്ത് അപ്പുറത്തെ വഴി ഒന്ന് വന്നേ. ഞാൻ ഓർത്ത് ഇതുവഴി അറ്റ്ലീസ്റ്റ് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലേ എന്തെങ്കിലും ഇത് കണ്ടോ, പുറംവശം കണ്ടോ, എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ അത്ര സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പാവം പിടിച്ചതായിട്ട് തടിയും കഷ്ടമൊക്കെ എന്തിനാ കൊണ്ടുവന്ന് നോക്കുകയാണ്. എനിക്ക് ഇവിടെ വഴി ഇറങ്ങിയിട്ടേ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് കാശ്, വെറുതെ വിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഷൂ വെളിയിലല്ലേ? ഷൂ ഇല്ലാണ്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റും. ഇത് കണ്ടോ, ഞാൻ മഞ്ഞിലോട്ടാ കാല് വെക്കണ്ട്. താഴോട്ട് ചാടിയത് ഓടിയോ? അയ്യോ, പാവ അവിടെ തന്നെ ഇരിക്കുക കേട്ടാ. നമ്മൾ ഈ നാട്ടിലെ പച്ചപ്പും അതും ഇതൊക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേക്കിന് ഭയങ്കര എന്താണ്, ഒരു ഡിഫറെൻറ്റ് ലുക്കാണല്ല. പാവ അവൾക്കിത് കാണാനുള്ള ഭാഗ്യമില്ലല്ലോ. നമ്മൾ ഇനി ഓൾറെഡി ലേറ്റായി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടോട്ട് ചെല്ലാമെന്നുള്ള പ്ലാനിലാണ്. ഇത് കണ്ടോ ഏരിയ, നൈസല്ലേ? ഇതിനകത്താണ് നമ്മൾ താമസിച്ചത്.
സോ നമ്മുടെ അതികഠിനമായ ആ ഡോറ് കുത്തിത്തറന്ന് നമ്മളിറങ്ങി. ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. How was the experience? What is that? It's common for us. Every time we will get something adventurous. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ബൗർസാക്ക്, പിന്നെ ഓട്സ്, റോൾഡ് ഓട്സ്, പിന്നെ ഇത് വെജിറ്റബിൾസും മുട്ടയും, പിന്നെ ഇത് സാലഡ്, ഇത് ചീസും ഉണ്ട്, ചോക്ലേറ്റ്, ഇത് യോഗേർട്ട്, പിന്നെ ഇത് ബിസ്ക്കറ്റ്. അത് തന്നെ, ബാക്കിയെല്ലാം റിപ്പീറ്റ് അല്ലേ. ഇതെന്തിര് സോസാണ്. ഓക്കെ. സോ അത് തന്നെയാണ് എല്ലായിടത്തും റിപ്പീറ്റ്. പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതെന്താണ്? ഇതറിയോ എന്ത് സംഭവം? ഇല്ല, അത് സ്ട്രോബെറിയാണ്. സ്വീറ്റാണ്. സ്ട്രോബെറി കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു സ്വീറ്റാണ്, പേരറിയത്തില്ല. പിന്നെ നമ്മുടെ കോഫി, പിന്നെ ഹോട്ട് വാട്ടർ. ഇത്രയാണ് ഇത്. അപ്പോൾ സമയം കളയാനില്ല, നമുക്ക് കഴിക്കാം. നമുക്കിതൊക്കെ ഇനി ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ തന്നെ. എനിക്ക് ഓട്സ് കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി. ഓട്സും ഒക്കെ ഉണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി. എനിക്ക് വെജിറ്റബിൾസ് ഹാപ്പി. ഇതിന് ഇച്ചിരി ഇപ്പം എൻ്റെ പച്ചക്കറി അരിഞ്ഞിട്ട് കൊടുത്താൽ എഗ്ഗ് കഴിക്കും കേട്ടോ. എഗ്ഗ് കഴിക്കും. വെജിറ്റേറിയനാണ്. ഇനിയിപ്പോൾ നമുക്ക് വെളിയിൽ പോകുന്ന കുറച്ച് സീനും നമ്മൾ പോകുന്ന ലൊക്കേഷനിലെ കുറച്ച് സീനും നമുക്ക് കാണിച്ചു തരാം. നോ പ്രോബ്ലം. പുള്ളിയോട് എന്തോ പറഞ്ഞാലും നോ പ്രോബ്ലം. പുള്ളി ഞാൻ ഇന്ന് പേരെന്താ ചോദിക്കുന്നേ? ഹായ്. Привет. Hello. Assalamu alaikum. Walaikum salam. പുള്ളി ഇന്നലെ രാത്രി പുള്ളിയുടെ റൂമിൽ ഇരുന്ന് നമ്മുടെ വ്ളോഗ്സ് എല്ലാം ഇരുന്ന് കാണുമായിരുന്നു. കണ്ടിട്ട് അവന്മാർക്ക് അയച്ചു കൊടുക്കുന്നത് കേട്ടാ. ഞാൻ നോക്കിയപ്പോ പുള്ളി മറ്റേ ആ റൂമിലുള്ള രണ്ടുപേരെ ഇല്ലേ, മറ്റേ ആ ചെറുക്കൻ പെണ്ണും ഇല്ലേ, ഓണേഴ്സും ഇല്ലേ, അവരെ വിളിച്ചിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പുള്ളി പാവാണ് കേട്ടോ. എന്താ വെച്ചാല് നോ പ്രോബ്ലം. നമ്മളിവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഇനിയിപ്പോ അങ്ങോട്ട് എത്താന്? 30-40 minut. 30 to 40 മിനിറ്റ്സിനുള്ളിൽ നമ്മളവിടെ എത്തും. ഈ പോകുന്ന വഴി മുകളിലിങ്ങനെ ഈ മലകള് ഫുള്ളിങ്ങനെ മഞ്ഞിങ്ങനെ ആയിട്ട് കിടക്കുന്ന ഇതാണ് ഗൈസ്. സീൻസാണ് ഫുള്ള്. അടിപൊളിയാണ്. പക്ഷെ സൂര്യൻ നല്ല ചൂടുണ്ട് കേട്ടോ. വണ്ടിക്കകത്ത് ഇരുന്നിട്ടും ഡയറക്റ്റ് അടിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ചൂടുണ്ട്. ഞാൻ വിചാരിച്ചപ്പോഴേ അന്നേരം ഇത്ര ചൂട് വരുമില്ലായിരുന്നു. സാറ്റി വില്ലേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ കാണുന്ന എല്ലാ ശവകുടീരങ്ങളാണ് കേട്ടോ. നമ്മളവിടുന്ന് വീഡിയോ എടുത്ത് വന്നപ്പോൾ പുള്ളിക്ക് നമ്മുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം നമ്മുടെ ഡ്രൈവർ ചേട്ടന്. എടാ ഇത് എന്ത് വലിയ മനുഷ്യനാടാ. Ногой. Полностью. നമ്മളങ്ങനെ ആ കുറച്ച് ദൂരം ആ മഞ്ഞിന്റെ നടുക്കൂടെ അല്ലേ വന്നേ. ഇപ്പൊ നോക്ക് മഞ്ഞേ ഇല്ല. ഇനി ഈ സൈഡിൽ മഞ്ഞൊന്നും ഇല്ല. ആ സെയിം റോഡ് തന്നെയാണ്, ആ സെയിം സ്ട്രീറ്റ് റോഡ് തന്നെയാണ് ഇത്. നമ്മൾ എത്താറായി ഗൈസ്. നമ്മൾ എത്താറായി അല്പസമയത്തിനുള്ളിൽ. അങ്ങനെ നമ്മൾ ബ്ലാക്ക് കാനിയനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ചെറിയൊരു കടയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റാണ്. ഈ ഫ്രെയിം തന്നെ കാണാൻ അടിപൊളി രസമുണ്ട് കേട്ടോ. സോ നമുക്കിനി എന്താണ് ഈ ബ്ലാക്ക് കാനിയൻ എന്ന് കാണണ്ടേ? അങ്ങോട്ട് വിട്ടാലാ? ചൂപ്പിച്ചാലോ? ചൂപ്പിദ്ദാം. ബ്ലാക്ക് കാനിയൻ ചൂപ്പിദ്ദാം. അപ്പം നിങ്ങൾക്ക് ബ്ലാക്ക് കാനിയൻ കാണണ്ടേ? ഞാൻ കാണിച്ചായിരുന്നു, നോക്കിയോ. ഇതാണ് കേട്ടോ. ഇല്ലല്ല കേട്ടോ, ഞാനിപ്പോൾ കാണിച്ചു തരാം. അതേ
നമ്മളതിൻ്റെ എൻഡിലോട്ട് പോകാൻ പോവാണ്. എൻഡിലോട്ടേക്ക് എത്താൻ പോവാണ്. ചൻ എത്തി 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 എത്തി. എൻ്റെ അമ്മേ സീനട്ടാ. ഓ ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് ഡ്രോണിൽ കാണാം. ഈ ബോർഡിൽ വരുന്നവരും പോകുന്നവരും എല്ലാവരും പേരിടുന്നുണ്ട്. നമ്മൾ എഴുതാൻ പോവാണ് കേട്ടോ. എഴുതാൻ പോവാണ്. ഇതിനകത്ത് പേര് എഴുതാൻ പോവാണ്. ഈ ഒരു കാലാവസ്ഥയിലുണ്ടല്ലോ കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. കഴിച്ചപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ പുള്ളി പറഞ്ഞു ഇവിടെ ഉള്ളവർ കല്ല് തിന്നും. കല്ല്. യെസ്. എന്ത് കല്ലാണ് ബ്രോ തിന്നുന്നത്? ഇവിടെ തന്നെ ഒരു പുളിയാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ ഒരു തവണ തിന്നിട്ടുണ്ട്. ലൈക്ക് അങ്ങനെ ചീസി ഒരു ടൈപ്പാണ്. കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഛർദ്ദിക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് ആ ഒരു വെറൈറ്റി ഫീലായിട്ട് നമ്മൾ കല്ല് തിന്നാണ് എന്നുള്ള രീതിയിൽ ഞാനും നിന്നിട്ടുണ്ട് കൊച്ചുനാളില്. ഈ കല്ലല്ല, കല്ലും മണ്ണും. ഇത് ശരിക്കും ഇവരത് തിന്ന് ഇറക്കി അങ്ങനെ ലൈക്ക് ഇവരുടെ ഒരു ഡിഷായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കല്ലാണോ? കല്ല് എവിടെ? ഇത് തനി കല്ലടേ. ഇത് തിന്നാൻ പറ്റുമോ? തിന്നാൻ എന്താ പ്രശ്നം? എന്തെങ്കിലും പറ്റുമോ? ഒന്നും ചാവോ? ഒരു പറ്റാത്തൊരു ടേസ്റ്റ് ആവും ഉണ്ടാവുക. അത് പറ്റാത്ത ടേസ്റ്റ് ഉണ്ടാകുന്ന സാധനം. ഇത് പിന്നെ തിന്നുന്നേ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നമുക്ക് പലതരം കല്ലടേ. അതിനു കഴിക്കാൻ എനിക്ക് വേറെ പൊതി എടുക്കണ്ട. എന്താടാ ചത്താനേ? ഞാൻ ടേസ്റ്റ് നോക്കുകയാണ്. ഗുഡ്. പുള്ളി തിന്ന് കേട്ടാ. ഞാൻ എന്താ കഴിക്കാൻ പോവാണ്. എനിക്കറിയത്തില്ല ഗൈസ്, ഇത് ഇനി 2 ദിവസം വ്ളോഗ് എടുക്കാനുള്ളതാണ്. ഞാൻ കല്ല് കഴിച്ച് മരിച്ചു എന്ന് നാട്ടുകാരോട് പറയല്ലേ. കല്ല് കഴിച്ചൊരു വ്ളോഗർ മരിച്ചു കഴിക്കാൻ പോകണം. വലിയ കടി, ചെറിയ കടി ചേർത്തിട്ട് വേണ്ട വലിയ കടി. കല്ലാണോ ഇത്? കല്ലിൻ്റെ ഒരു ഇതിൽ നെയ്യ് വലിയ പീസ് കടി. ഗീ, ഒരു ഗീയുടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുളി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ നെയ്യില്ലേ, കറക്റ്റ് നെയ്യുടെ ടേസ്റ്റ്. നെയ്യും നാരങ്ങയും എല്ലാം കൂടെ, ചീസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സാധനം. പക്ഷെ ഇവരുണ്ടല്ലോ ഇത് സാധാരണ പോയി അതേമാതിരി ഇടും. അതേമാതിരിയാണ് ഇവരെ എല്ലാവരും തിന്നത്. അത്യാദ്യം ഭയങ്കര ഡിഷ് എവിടെടുത്തും കഴിച്ചിട്ട് എന്താ മോനെ ഇഷ്ടപ്പെട്ടോ? അപ്പം കല്ല് കഴിച്ച് നമ്മൾ നേരെ ഇനി പോവാണ്. ഇനി ഞങ്ങൾ പോകുന്ന കാര്യം പറയുന്നില്ല. ഞങ്ങളിനി പോവാണ്. ഇനി വണ്ടി കയറിയിട്ട് ഇനി കുറച്ച് അങ്ങോട്ട് പോകുന്നവരുടെ കുറച്ച് ഷോട്ടോടെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാരൂഖ് ഖാനിൻ്റെ ഷോട്ടും കാണിച്ചു തരാം. ഓക്കെ, വെള്ളം വണ്ടിയിൽ. ഇവിടെ ഒരു മുട്ടനൊരു ബോർഡ് കണ്ടോ നിങ്ങൾ? അത് ആ റൂട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളതാണ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഏകദേശം എനിക്ക് വന്ന് 10 കിലോമീറ്റർ ഇല്ലേ? 10K എന്ന് പറയുന്ന കിലോമീറ്റർ ആണ്. ഓക്കെ 10K. അതായത് മിസ്സായതാണല്ലേ? ഓക്കെ അത് 10 കിലോമീറ്റർ എന്നായിരുന്നു. സോ അതിൻ്റെ K മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ പോയി.
ഓക്കെ ഗായ്സ് പറയുന്നത് ഈ 10 കിലോമീറ്റർ പോകാൻ 5 മിനിറ്റ് പുള്ളിക്ക് മതി എന്ന് പറഞ്ഞു. പുള്ളി എന്താ എങ്ങനെയാ പുള്ളി പറയും നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല, പുള്ളി അങ്ങോട്ട് ഇപ്പൊ തന്നെ എത്തിച്ചേക്കാം, 5 മിനിറ്റിൽ എത്തിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടാലാ? വിട്ടാലാ? You are not telling to Telugu people anything. They will move aside, I will say. Okay, ఇన్ని వాళ్ళు പറയട്ടെ. ఇదిగో ఆ బోర్డు కనిపిస్తుంది కదా, షారిన్ కెన్యన్ ఇక్కడ నుంచి స్టార్ట్ అవుతుంది. సో ఇంకా 10 కిలోమీటర్స్ ఉంది. మా డ్రైవర్ 5 minutesలో తీసుకెళ్ళిపోతా అని చెప్తున్నాడు. సో అక్కడికి వెళ్దామా? ఎస్. ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അവിടെ പോയി കാണാം. ഗൈസ് അപ്പം അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് റോഡ് അങ്ങ് ചെറുതായി, അതായത് അത് തീരെ ചെറുതായി. നമുക്ക് സൈഡിൽ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഷോട്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് ചെറിയ റോഡാണ്, എന്നുവെച്ചാൽ ഈ റോഡിന് അടിപൊളിയായിരിക്കും കേട്ടോ, ഈ റോഡിൽ കൂടെ ഇങ്ങനെ കാർ ഓടി പോകുന്ന എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ആണ് ഗൈസ്, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ആണ്. Не знаю, сам знаешь. ചെക്ക് പോസ്റ്റ് നിൽക്കുകയാണ് ഗൈസ്. അടുത്ത പോലീസ് ആട്ടോ, നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്താലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. റോഷൻ്റെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വന്നു ഗൈസ്. നമ്മൾ ഇനിയിപ്പം പോവുകയാണ്, അകത്തേക്ക് പോകുക. അവർ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും അവരൊരു കവർ തരും ഗൈസ്. നമ്മളെന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ത്രോ ചെയ്യരുത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കവറും അവർ തന്നുവിട്ടിട്ടുണ്ട്. സോ ഇത് നമ്മൾ എത്താറായി. കൊള്ളം കേട്ടോ, നൈസായിട്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ നേരെ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷേ ഇവിടെ ജാക്കറ്റ് ഇട്ടാണ് നടക്കത്തില്ല കേട്ടോ. ഇവിടെ ഈ മഞ്ഞൊന്നും ഇല്ല ഈ സ്ഥലത്ത് കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ കാറ്റടിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ കാറ്റടിക്കുമ്പോൾ എൻ്റെ അമ്മ ഫ്രീസ് ആവുന്നു, അതുപോലെ തണുത്ത കാറ്റ് വരുന്നുണ്ട്. നമ്മൾ നേരെ ഇപ്പോൾ താഴോട്ട് പോകാൻ പോവാണ്. പാമ്പാ അല്ല, ഇതെന്തൊരു സംഭവം എന്ന് അറിയത്തില്ല. ഇവിടെ നടന്ന് താഴോട്ട് പോകുന്നതാണ് അത്. അല്ല, ഇതുവഴി നടന്ന് താഴോട്ട് പോകുന്നതാണ്. ഓ നൈസ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് നടന്ന് നേരെ താഴോട്ട് പോകണം കേട്ടാ. I like the smell. ആ ഇവിടെ ഒരു കാഫേ ഉണ്ട് കഴിച്ചു. ഇവിടെ ഒരു കാഫേ, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാം. ഇവിടെ ഇതെന്താണ്, ഒരു ഷോപ്പ്. ഇവിടെ മോട്ടൻ ഷോപ്പറേ സെറ്റ്. അങ്ങനത്തെ ചെറിയ സാധനങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാം. ബാ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വിട്ടാലാ? Come on guys. Let's go guys. അവിടെ ഒരു ഷുണ്ട്രാപ്പി ഒരു സാധനം വരും നോക്ക്. ഏയ് ഷുണ്ട്രോ എന്താണ് സോ നമുക്ക് ഇതുവഴിയാണ് താഴോട്ട് പോകണം. നമ്മളങ്ങോട്ട് നടക്കാൻ ഇറങ്ങി. എടാ മോനെ, ഇത് കണ്ട സീൻ, ഇതുവഴി വഴിയുണ്ട്. How did she go? We can go like this. നൈസ് ആട്ടോ. Careful. ഇവിടെ നിന്നാണ് തെന്നി വീണാൽ തീർന്നു, ഇതേ താഴെ പോയേ വീഴത്തുള്ളൂ. നൈസ് ആട്ടോ അവിടെ നിന്ന് കാണാൻ. ഞാൻ അവിടെ ചെന്നിട്ട് ഇനി ഡ്രോൺ ഷോട്ട് എടുത്ത് കാണിച്ചു തരാമേ നിങ്ങളെ. സോ അവിടുന്ന് നമ്മൾ ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴോട്ട് പോകാൻ പോകണം കേട്ടോ. ഞങ്ങൾ നടന്ന് അടപ്പ് തട്ടാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവാണ് ഗൈസ്. ഈ ദിസ് സൈഡാ എൻ്റെ അമ്മ, ഇതെന്താ കൊക്കയിലോട്ട് ഇറങ്ങുന്ന പോലെയാണ് കേട്ടോ. ഇവിടുന്ന് ഇത് കണ്ടോ, താഴ്വശം കണ്ടോ, ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ പിണഞ്ഞു വീഴിയാവും തോന്നുന്നു കേട്ടോ. അതുവഴി പോകുന്നതായിരിക്കും വേണം. അത് ഇച്ചിരി സ്ലോപ്പ് ഉണ്ട് ആ സൈഡ്. ചെറുതനിപ്പം മറിഞ്ഞില്ല. Come. Nothing will happen. Come. Nothing. No problem. Oh, that one.
ഈ ഇതൊക്കെ എന്ത് ഗ്രാവിലാണ് മനസ്സിലായി. ഇത് ഇപ്പം ഇത് സ്കിഡായി കഴിഞ്ഞാൽ താഴെ പോയി സ്കിപ്പ് ചെയ്ത് നമ്മൾ നിരങ്ങി താഴെ അങ്ങ് എത്തും, പെട്ടെന്ന് എത്തും. പക്ഷെ അങ്ങനെ എത്തുമ്പോൾ അവിടെ മറ്റേ ബാക്ക് ഉണ്ടാകത്തില്ല. അതേ ഉള്ളു പ്രശ്നം. How many kilometers? From here? No, we will take cab and go. Not cab, shuttle, car will be there. അപ്പം ഗൈസ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ മുകളിൽ നിന്ന് അവിടെ ആണ് നമ്മൾ നിന്നത്. സോ അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി ഇവിടെ വന്ന് ഇവിടെ വരുമ്പം വണ്ടി വന്ന് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. വാട്ട് ഇസ് കുറച്ച് തൊണ്ടവേദന ഉണ്ട്. കുറച്ച് തൊണ്ടവേദന ഉണ്ട്. ഗൈസ് നമ്മുടെ വണ്ടി അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കയറാൻ പോട്ടാ. ഇത് ഇങ്ങനെ ഇരുന്നാ പോന്നെ. നൈസ്, കയറട്ടെ. യെസ്, ഡ്രോണൊക്കെ എടുത്ത് വെക്കുക ഗൈസ്. ഇത് ഇനിയിപ്പം വണ്ടിക്കകത്ത് അങ്ങനെ ഇരുന്ന് കയ്യിൽ നിന്ന് അങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അങ്ങനെ വണ്ടി നമ്മുടെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ പുറയിൽ വേറൊരു ഫാമിലി ഉണ്ട് കേട്ടോ. ആട്ടമാണ്. ഭയങ്കര കാറ്റ്. എൻ്റെ അമ്മ ഭയങ്കര കാറ്റല്ല, ചെറുതായിട്ട് കാറ്റുണ്ടെങ്കിൽ തന്നെ ഭയങ്കര തണുപ്പ്. സഹിക്കാൻ വയ്യ. അയ്യോ തണുക്കാൻ തന്നെ. ഇത് കണ്ടോ, ഇതിനകത്തൂടെ ഇറങ്ങി വന്നതാണ്. എൻ്റെ അമ്മേ, സീങ്. ഈ വണ്ടി പോകാനുള്ള സ്ഥലമേ ഉള്ളൂ ഇതിനകത്ത്. ഇതാണ് അവിടെ എൻഡിങ്. ഓ, നമ്മൾ എൻഡിങ്ങിലെത്തി. ഗൈസ്, ഷാരോൺ കനേൻ്റെ ഇത് താഴത്തെ വ്യൂ ആണ്. അതായത് ഇതിൻ്റെ എൻഡിൽ വന്നിട്ടുള്ള താഴത്തെ വ്യൂ ആണ് നിങ്ങളിപ്പം കണ്ടതെല്ലാം. സുപ്രിയ നിന്ന് നടക്കുന്നൊരു ഷോട്ടില്ലേ, അത് മുകളിലത്തെ വ്യൂ ആണ്. ഞങ്ങൾ ഡ്രോൺ ഷോട്ട് ആദ്യം കാണിച്ചില്ല, അത് മുകളിലത്തെ വ്യൂ ആണ്. ഇത് ഷാരോൺ റിവറാണ്. അടിപൊളി കേട്ടോ. ഒരു പച്ച കളറ്, നോർമലുള്ള ഒരു പച്ച നീല പോലത്തെ ഒരു കളർ ഇങ്ങനെ മിക്സ് ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. ഓ, 살아있는 모든 건 사라져가는 거라고 어제도 난 생각했죠. 간절하게 붙잡던 അപ്പം ഇവിടുത്തെ നമ്മുടെ ഷൂട്ടിങ്ങും പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ വണ്ടിയിൽ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകാൻ പോവാണ്. ഒരുപാട് ലേറ്റായി. ഇപ്പം സമയം എത്രയാടാ? നമ്മുടെ 4:35. ഒരു 5 o'clock ആയതേ ഉള്ളൂ. നോക്കി, ഇരുട്ടായി. 4:30. ഇതോ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇനി വണ്ടി കയറി നമുക്ക് തിരിച്ച് നമ്മുടെ കാറിൻ്റെ അടുത്ത് പോകണം. യെസ്, നമ്മൾ തിരിച്ചു പോട്ടാ. അയ്യോ, ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ തണുപ്പ്. നമ്മളിനി ഗൈസ് ഇപ്പം ഒരുപാട് ലൈറ്റും ഉണ്ടാകത്തില്ല. നമ്മളിനി നേരെ ചെന്നിട്ട് കാറിൽ കയറി അൽമാട്ടിയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് അൽമാട്ടിയിൽ പോകും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ എടുക്കും അൽമാട്ടിയിലോട്ട് എത്താൻ. ഇനി നേരെ വണ്ടിയിലോട്ട് പോകണം. വണ്ടി ചെന്നിട്ട് നമുക്ക് പോവാം. 내 기억 속에 그 무엇을 애써 떠올리며 의미를 찾아 헤매 서글퍼지는 밤이면 어둠 속에 빛을 봐요. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇഷ്ടപ്പെടും അല്ലേ? നാളെ അടുത്ത വ്ളോഗ് വരുന്നുണ്ട്. അത് കിടിലം വ്ളോഗ് തന്നെ ആയിരിക്കും, എന്നത്തെയും പോലെ തന്നെ.
സോ ഇന്നത്തെ നമ്മുടെ പ്ലാന് ആരാണ് తెలుగు తెలుగు ఓకే సో మా ఓవరాల్ కజకిస్తాన్ ప్లాన్ చేసింది ట్రావెల్ మేట్ నైస్ ഒരു ജീവാഗണ് ഒരുത്തിനൊരു ഡിയോയിൽ എന്തോ വെച്ചോണ്ട് ഫിറ്റ് ചെയ്തോണ്ട് പോയേക്കുന്നു ഒന്ന് എന്തെങ്കിലും കേട്ടോ നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞോ ఓకే మా ఓవరాల్ కజకిస్తాన్ ప్లాన్ చేసింది ట్రావెల్ మేట్ సో వాళ్ళ నంబర్ డిస్క్రిప్షన్లో ఇస్తాము సో మీరు కజకిస్తాన్ రావాలి అని అనుకుంటే ట్రావెల్ మేట్ని కాంటాక్ట్ అవ్వండి మీ మొత్తం ప్లాన్ చేస్తారు ఇవాళ ప్లాన్ మా ఓవరాల్ ప్లాన్ వాళ్ళే చేసింది అండ్ స్పెషల్ మెన్షన్ వాళ్ళు చాలా లైక్ పేషెన్స్తో సన్నిష్ని పాపం రియలీ వాళ్ళకి చాలా పేషెన్స్ ఉండింది మాతో రావడం మేము ఎక్కడ స్టాప్ చేయమంటే అక్కడ స్టాప్ చేశారు డ్రోన్ షాట్స్ తీసుకోవడానికి అండ్ స్పెషల్ కేర్ తీసుకున్నారు సో మీకు కూడా కావాలంటే వాళ్ళతో కాంటాక్ట్ అవ్వండి మీ ప్లాన్ పీస్ఫుల్గా అయిపోతుంది ഓക്കെ അപ്പം ശരി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സോ ഗൈസ് അപ്പം നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്